ഹായ് ഹലോ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാണ്. അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മളുടെ ഓഫ്ലൈനിലും അതുപോലെ തന്നെ ഓൺലൈനിലും കിട്ടുന്ന ഡാസ്ലർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ എലഗൻറ്റ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, മൈൻഡ് ഭയങ്കര ഓഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നമുക്കൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്ത് ചില്ലാവാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ടാൽക്കം പൗഡർ എടുക്കുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ഇരിക്കുന്ന കാലം കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പൗഡർ ഒട്ടും യൂസ് ചെയ്യാത്ത ആളാണ്. പണ്ട് തൊട്ടിനേ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. കാരണം ഇങ്ങനെ ഒരു ഓയിലി സ്കിന്നായ കാരണം കൊണ്ട് ഓയിലി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പൗഡർ ഇടുമ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു ജാതി പെയിൻ്റ് അടിച്ച പോലെ എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ ചെറുപ്പം തൊട്ടേ. അത് കാരണം കൊണ്ട് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വലുതായ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സിക്സ്ത് തൊട്ടൊന്നും ഞാൻ പൗഡർ അധികം ഇട്ടിട്ടില്ല. അപ്പം കുറേ കാലത്തിന് ശേഷം ഞാൻ പൗഡർ ഇടുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ ആക്ച്വലി പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു മാറ്റ് ഫിനിഷായി. കാരണം എന്താ പറയുക, ആ ഒരു മേ ബി ഞാനിപ്പോൾ പണ്ടത്തെക്കാട്ടും നല്ല ടാനൊക്കെ മാറിയ കാരണം കുറച്ച് ബ്രൈറ്റ് ആയ കാരണം കൊണ്ടായിരിക്കാം എനിക്ക് ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എൻ്റെ നെക്കിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണിന് ചുറ്റും അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഓയിലി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫേസ്. എന്താണെന്നറിയില്ല, വിയർപ്പും ഓയിൽനെസ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ടെറിബിളായിരുന്നു. ദെൻ നമുക്ക് ഐബ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐബ്രോ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് തന്നെ കട്ടിയിൽ പുരുകനുണ്ട്. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഗ്യാപ്പാണ് പുരുകത്തിൻ്റെ ആ രണ്ടറ്റം തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ മീൻ ത്രെഡൊന്നും ചെയ്യാറില്ല, എന്നിട്ടും ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു തുടക്കമില്ലേ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു നാച്ചുറൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അപാകത തോന്നാൻ പാടില്ല, ആ ഒരു രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺമഷി പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദാ ഇതുപോലെ ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒന്നും ഇല്ലാത്തൊരു കാലി ഡബ്ബയാണ്. അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വരച്ച് മീൻസ് ഈരി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്വന്തം ഡാസ്ലറിൻ്റെ ഈ ഒരു കൺമഷി വെച്ചിട്ട് ഞാൻ ആദ്യം കണ്ണെഴുതാന്നാണ് വിചാരിച്ചത്. കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു സ്മോക്കിയായി ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചെയ്തു വന്നപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഈ ഒരു മേക്കപ്പ് ലുക്കിലേക്ക് എത്താം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്. അപ്പോൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ പിന്നെ നമുക്കൊരു സ്മോക്കിയായി ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് കൈ വെച്ച് ഇങ്ങനെ കുറച്ച് ഒന്ന് അലങ്കോലപ്പെടുത്തി ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എവിടം വരെയാണോ സ്മോക്കി ആക്കേണ്ടത് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് അന്ന് കൈ വെച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് കൈ വെച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. കണ്ണിൻ്റെ ആ മുകൾ ഭാഗം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം മാത്രമാണ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുള്ളൂ. അതിന് ശേഷം ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിങ്ങനെ എന്താ പറയുക, അടിയിൽ നിന്ന് മേലോട്ട് പോകുന്തോറും കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അസലായിട്ടിരിക്കും. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഐ ബട്ടണിൽ കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ദെൻ കണ്ണ് നല്ല വേദന എടുക്കുന്നുണ്ട്. രണ്ട് കണ്ണും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായി. ദെൻ ആ കണ്ണിൻ്റെ കോർണറിലൊക്കെ ഞാനൊന്ന് മറ്റേ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തു. കാരണം അവിടെ ഇങ്ങനെ ഓയിലിങ്ങനെ ഫോം ആവണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. സാധാരണ രീതിയിൽ കണ്ണിൻ്റെ മുകളിൽ ചെയ്ത പോലെ തന്നെ അടിയിലും ചെറുതായിട്ടൊന്ന് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, കണ്ണ് നന്നായിട്ടൊന്ന് എഴുതി കൊടുത്തു. അതിന് ശേഷം ഞാൻ ഐലൈനർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എഴുതുന്നുണ്ട്. കണ്ണെഴുതുന്നത് വിചാരിച്ച പോലെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പിന്നെ മിററിൽ നോക്കണം, പിന്നെ എഴുതുന്നതും കറക്റ്റ് ആവണമല്ലോ. അപ്പോൾ വല്ലവിധേന എഴുതിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഒരു ഡാസ്ലർ 0.25 അതോ 025 അങ്ങോട്ടാണ് ഈ ഷെയ്ഡ്. ഇത് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഞാൻ മേടിച്ച സമയത്ത് ഇതെനിക്ക് സ്യൂട്ടായിരുന്നില്ല. കാരണം കുറച്ച് ടാൻഡായിരുന്നു. ഇപ്പം എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ എന്നെക്കാട്ടും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളവർക്ക് ഇത് വാഷ് ഔട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിപ് ലൈൻ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ലിപ് ലൈൻ ഇല്ലാണ്ടാണ് ചെയ്തത്. അത് കുഴപ്പമില്ല, എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഉണങ്ങി വരുമ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ഈ സാധനം കൊണ്ട് തന്നെ ബ്ലഷ് വേണോ? ഇടാം. ആക്ച്വലി എൻ്റെ കയ്യിൽ ഡാസ്ലറിൻ്റെ ഒരു 3-4 പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയത്. അപ്പോൾ ബ്ലഷ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ ഒരു കളർ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. മീൻസ് നല്ല നാച്ചുറലി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ചീക്കിലിടുന്ന അത്രയ്ക്ക് നല്ലതൊന്നല്ല. എങ്കിലും നമുക്ക് ഇല്ലാത്ത പക്ഷം നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട വല്ലപ്പോഴൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐലൈനർ വെച്ചിട്ടൊരു പൊട്ടിടാം.
ഈ ഐലൈനർ പൊട്ട് ഭ്രാന്ത് തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ ഡിസൈൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ കണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ആകെ അലമ്പായി. അപ്പം ഞാൻ മാറ്റി 2, 3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് 2, 3 ഡിസൈനൊക്കെ ചെയ്ത് നോക്കി. ദെൻ മാറ്റി ഞാൻ ഒരു ആശ്ചര്യചിഹ്നം. ഇതാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. ചെറുപ്പത്തിലൊക്കെ വളരെ ചെറുപ്പത്തിൽ ട്ടോ. പിന്നീട് ഇടലൊക്കെ നിർത്തിയായി. ഐടെക്സിൻ്റെ ബ്ലാക്ക് പൊട്ടില്ലേ സ്ഥിരം കുത്തുന്നത് അതന്നെ കുത്താറ്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഒരു കോട്ടും കൂടി ഇട്ട് വെക്കാം. കാരണം അറിയണില്ല ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോട്ടും കൂടി ഇട്ട് വെക്കാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്നറിയോ? എന്ത് കഴിച്ചാലും ചുണ്ടുമെന്ന് പോരില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇടുന്ന സമയത്ത് ഒരു ചാത്ത സ്മെല്ലുണ്ട്. അത് മാത്രമേ എനിക്ക് ഇഷ്ടമല്ലാത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് പരിപാടികൾ അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോസ്റ്റ്യൂം ഒന്ന് മാറ്റിയിട്ട് വരാം. ഈ ഒരു കുഞ്ഞു കമ്മലാണ് ഇട്ടത്. മുടി ദാ ഇതുപോലെയാണ് സ്റ്റൈൽ ചെയ്തത്. സ്റ്റൈൽ ചെയ്യാന്ന് പറയാനൊന്നുമില്ല. പിന്നെ ബ്ലൗസ് തന്നെയാണ്. സാരി അമ്മേടാണ് കേട്ടോ. ഇനി കുറച്ച് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മേക്കപ്പ് ലുക്ക്, ബ്രാൻഡഡ് മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും പറയാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.